ഇന്നത്തെ അല്ലനോണിൽ എത്തുന്നതിന് മുൻപും അതിന് ശേഷവും നല്ലൊരു ടോപ്പിക്കാണത്. എന്ത് തന്നെയായാലും അങ്ങനെ ഒരു വിഷയം സംസാരിക്കുന്നതിന് എന്നെ അനുവദിച്ചതിന് അല്ലെങ്കിൽ എന്നെ ക്ഷണിച്ചതിന് ഈ മിഡ് നൈറ്റ് ഗ്രൂപ്പിനോട് ആദ്യം തന്നെ നന്ദി പറയാണ്. ശരിക്കും നമ്മുടെ അല്ലനോണില് പോകുന്ന സമയത്ത് തന്നെ കേൾക്കുന്നുണ്ട് പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമ്മൾ കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറയും. പക്ഷെ അതേസമയം പറയുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ കാലങ്ങള് അത് വളരെ ദുരിതപൂർണമായ കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ ഒരു ഇരുട്ടറയിൽ അടച്ച് സാക്ഷിയിട്ട് വെക്കണം എന്ന് പറയും. അതേസമയം നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണെങ്കിൽ നമ്മുടെ ഭൂതകാലത്തിലേക്ക് പോകുന്നത് അത് വളരെ നല്ലതാണെന്നും വായിച്ചിട്ടുണ്ട്. അപ്പൊ എന്തു തന്നെയായാലും ഇന്നത്തെ ആ ടോപ്പിക്ക് ശരിക്കും എനിക്ക് എൻ്റെ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ശരിക്കും അതൊരു ആ ഒരു പിന്നിലേക്കുള്ള ആ ഒരു തിരിഞ്ഞ് നോട്ടം തന്നെ അത് എനിക്ക് എന്നെ ഒന്നുകൂടി മനസ്സിലാക്കാനും ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ ഞാൻ നടന്നു നീങ്ങിയ പാതകൾ എന്നെ ഓർമ്മപ്പെടുത്തുകയും ആ ഓർമ്മപ്പെടുത്തൽ എന്നെ ശരിക്കും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ആ ജീവിതത്തിന്റെ മാധുര്യം അത് എത്രയാണെന്ന് എന്നെ മനസ്സിലാക്കി തരുന്നതിനും കൂടി സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്ത് തന്നെയായാലും ഒത്തിരി നന്ദിയുണ്ട്. അപ്പൊ അല്ലനോണിൽ എത്തുന്നതിന് മുൻപ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അല്ലനോണിൽ എത്തുന്നതിന് മുൻപുള്ള അല്ലെങ്കിൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് എൻ്റെ ആൽക്കഹോളിക്കിന്റെ കൂടെയുള്ള അല്ലെങ്കിൽ ആൽക്കഹോളിക് ഒത്തുള്ള ആ ജീവിതത്തെ പറ്റി പറയാനാണ് എനിക്കിഷ്ടം. എൻ്റെ ആൽക്കഹോളിക്കിന്റെ കൂടെയുള്ള ജീവിതം ശരിക്കും 3 കാലഘട്ടങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞങ്ങളുടെ ഒരു സ്നേഹവിവാഹമായിരുന്നു. 4-4.5 വർഷം ഞങ്ങൾ സ്നേഹിച്ചു. അതിനുശേഷമാണ് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പൊ ആ ഒരു കാലഘട്ടം അദ്ദേഹത്തിനെ സ്നേഹിച്ചു അല്ലെങ്കിൽ ആ സ്നേഹിച്ച് വിവാഹം കഴിച്ചു. വളരെ നല്ല സന്തോഷകരമായ ഒരു ജീവിതം. ആ ഒരു കാലഘട്ടത്തിൽ കൂടെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ അതിനുശേഷം ഒരു 2 വർഷത്തോളം വളരെ സന്തോഷകരമായി തന്നെ ഞങ്ങൾ ജീവിച്ചു. പിന്നീട് മദ്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഒരു 2 വർഷത്തിന് ശേഷം അങ്ങോട്ടുള്ള ജീവിതം എൻ്റെ ആൽക്കഹോളിക് ഒരു മദ്യാസക്ത രോഗിയായി മാറിയ ആ കാലഘട്ടം, ആ ഒരു മദ്യാസക്തനായ ആൽക്കഹോളിക്കിന്റെ അല്ലെങ്കിൽ ആ ഭർത്താവിന്റെ കൂടെയുള്ള ഒരു ജീവിതം അത് 2ാമത്തെ കാലഘട്ടമാണ്. പിന്നീട് ഞാൻ അല്ലനോൺ കൂട്ടായ്മയിൽ എത്തിയതിന് ശേഷം ആൽക്കഹോളിക്കിന്റെ കൂടെ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആൽക്കഹോളിക്കിന്റെ കൂടെയുള്ള ജീവിതം. അങ്ങനെ 3 കാലഘട്ടങ്ങളായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഈ 3 കാലഘട്ടങ്ങളിലും എൻ്റെ മാനസികാവസ്ഥ വ്യത്യസ്തമായിരുന്നു എന്നുള്ളത്. അപ്പൊ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു ആ സ്നേഹിച്ച കാലഘട്ടങ്ങളില് അന്ന് ഞാൻ ആഗ്രഹിച്ച പോലെയുള്ള അല്ലെങ്കിൽ നല്ല സ്വഭാവ ഗുണമുള്ള നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു പുരുഷനെയാണ് എനിക്ക് കിട്ടിയത്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ഞാൻ കരുതി എൻ്റെ അന്നത്തെ മാനസികാവസ്ഥ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി ഞാനാണെന്ന്. അന്ന് എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളുണ്ട്. 4.5 വർഷം സ്നേഹിച്ചു, പിന്നീട് വിവാഹം കഴിച്ചു, ആഗ്രഹിച്ച പുരുഷനെ വിവാഹം കഴിച്ചു. അപ്പോൾ അതിന് ശേഷമുള്ള 1-2 വർഷം ഞങ്ങള് വളരെ സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അപ്പൊ അത് തന്നെ അന്ന് എനിക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സുഖമായിട്ടുള്ള ഒരു ജീവിതം. പക്ഷെ പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹം മദ്യപിച്ചു തുടങ്ങി. ആ മദ്യപിച്ച കാലങ്ങളിൽ ആദ്യമൊന്നും ഞാനത് പറഞ്ഞില്ല എന്നുള്ളതാ. കാരണം സ്നേഹിച്ച് വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ
എൻ്റെ ആൽക്കഹോളിക്കും മദ്യപിക്കുന്നത് ആരും അറിയാതിരിക്കാൻ വേണ്ടിയായിരുന്നു എൻ്റെ ശ്രമം. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളില് അദ്ദേഹം മദ്യപിക്കുന്ന സമയത്ത് അത് മറ്റുള്ളവരെ അറിയിക്കാതിരുന്നത് എൻ്റെ ഒരു അഭിമാന പ്രശ്നമായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ മദ്യപാനം കൂടിക്കൂടി വന്നു. ഞാനതിനെ എതിർക്കാൻ തുടങ്ങി. ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ആ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോഴ് ഞങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അതുവരെ സന്തോഷകരമായ ജീവിതം മാറി മറിയാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ടേക്കുള്ള കാലഘട്ടം തികച്ചും ദുരിതപൂർണമായിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തില് ഇരുളടഞ്ഞ ഒരു കാലഘട്ടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യമൊക്കെ ഞാൻ എൻ്റെ ആൽക്കഹോളിക്കിന്റെ കുടി മാറ്റാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി. എൻ്റെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും ഞാൻ എടുത്തു. ഞാൻ ആദ്യമൊക്കെ സ്നേഹത്തോടെ പറഞ്ഞു. പിന്നെ കരഞ്ഞു പറയാൻ നോക്കി. കരഞ്ഞു പറഞ്ഞു. ഉപദേശിച്ചു. പിന്നെ പിണങ്ങി. ഒത്തിരി പിണങ്ങി. പലപ്പോഴും പിണങ്ങി മറ്റൊരു റൂമിൽ പോയി കടന്നു. പിന്നീട് പിണങ്ങി എൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ പല പല ശ്രമങ്ങളും ഞാൻ നടത്തി. പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് അദ്ദേഹത്തിന്റെ ആ കുടി മാറ്റാനായിട്ട് സാധിച്ചില്ല. ഒടുവില് എനിക്ക് ഓരോരുത്തരെയായിട്ടും പിന്നെ ഞാൻ ഓരോ ആളുകളെ സമീപിക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടുകാരെ അറിയിച്ചു. വീട്ടുകാരെ അറിയിക്കുമ്പോൾ ഞാൻ കരുതുന്നത് അദ്ദേഹം മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. പക്ഷെ അത് കൂടുതൽ കൂടുതൽ അദ്ദേഹത്തിനെ ആസക്തിയിലേക്ക് മാറ്റും, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കുടിയനാക്കും എന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. അത് പറഞ്ഞതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ കുടി മാറ്റാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ആ സുഹൃബന്ധം കൂടി ഇല്ലാതായി എന്നുള്ളതാ. അങ്ങനെ ഓരോരുത്തര് കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒക്കെ ഇടപെട്ട് തുടങ്ങി. അങ്ങനെ ഇടപെട്ട് ആ പ്രശ്നങ്ങൾ, ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തിന്റെ ഇടയിൽ വിള്ളല് വീഴാൻ തുടങ്ങി. പിന്നെ എനിക്ക് ദേഷ്യായി, വെറുപ്പായി, വിദ്വേഷായി, വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എൻ്റെ മനസ്സ് മാറാൻ തുടങ്ങി. ഇത് തന്നെ എൻ്റെ ആൽക്കഹോളിക്കിനോട് പ്രതികരിച്ച് എന്നിൽ ഇത് ശാരീരികമായും, നേരത്തെ എൻ്റെ ആൽക്കഹോളിക്ക് പറഞ്ഞതുപോലെ തന്നെ ശാരീരികമായും മാനസികമായും ആത്മീയപരമായും എന്നിൽ ഒരുപാട് കുഴപ്പങ്ങള് അത് ഉണ്ടാക്കാൻ തുടങ്ങി. ഞാന് അദ്ദേഹത്തിനോട് പ്രതികരിച്ച് പലപ്പോഴും ഞാന് എൻ്റെ ശരീരത്തെ തന്നെ ഞാൻ വേദനയാക്കി. നെറ്റി ചുമരിനോട് അടിച്ചും പിന്നെ നെഞ്ഞത്തടിച്ചുമൊക്കെ ഞാൻ വേദനയാക്കി. എൻ്റെ ശരീരത്തിൽ ഞാൻ ശ്രദ്ധിക്കാതെയായി. എൻ്റെ അസുഖങ്ങൾ ഞാൻ ശ്രദ്ധിക്കാതെയായി. എന്നെ തന്നെ ശ്രദ്ധിക്കാതെയായി. അതുപോലെ തന്നെ അദ്ദേഹത്തെ പറ്റി ചിന്തിച്ച് എൻ്റെ മനസ്സ് ഇങ്ങനെ നീറാൻ തുടങ്ങി. ഒടുവില് വീട്ടുകാര് പറഞ്ഞു, മതി, ഇനി നീ അവന്റെ കൂടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എൻ്റെ എല്ലാ ശ്രമങ്ങളും. പക്ഷേ ഞാന് എല്ലാം എല്ലാ രീതിയിലും പിന്നീട് വല്ലാത്തൊരു മാനസികാവസ്ഥയില് ഞാന് ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു എന്നുള്ളതാ. ഒരിക്കല് ഞാന് എൻ്റെ അദ്ദേഹം മദ്യപിച്ച് കിടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കയ്യിലെ ഞരമ്പ് കട്ട് ചെയ്തു. മകനെയും കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നു. ഞാൻ വിചാരിച്ചു മരിക്കുകയായിരിക്കും. പക്ഷേ അദ്ദേഹം എന്തോ മദ്യലഹരിയില് വീണ്ടും എഴുന്നേറ്റ് വന്ന് ആ മുറിവിലൊക്കെ ചായപ്പൊടിയിട്ട് ആ മുറിവ് ഉണക്കി തന്നു. അവിടെ അദ്ദേഹത്തിന് സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ ആസക്തി ആണ് ഇതിന് കാരണം എന്ന് പിന്നെ ഇപ്പൊ ഞാൻ തിരിച്ചറിയുന്നു. മറ്റൊരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയാതായപ്പോ എൻ്റെ മകനെയും കൂട്ടി ഞാൻ വീട് വിട്ടിറങ്ങി. ഞാൻ കൊയിലാണ്ടി സ്റ്റാൻഡിലെത്തി. കിട്ടിയ ഒരു ബസ്സിന് കയറി മോനെയും കൂട്ടി പോയി. പക്ഷെ അത് എവിടേക്കാണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ആ ബസ് നിന്നത് വടകരയായിരുന്നു. പിന്നീട് വടകര ഇറങ്ങി ഞാൻ എൻ്റെ മകന് അവനാവശ്യമുള്ള, അവനിഷ്ടപ്പെട്ട പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ വാങ്ങിക്കൊടുത്തു. അത് വാങ്ങിക്കൊടുത്ത് അവന്റെ കണ്ണുകളിലേക്ക് ഞാൻ നോക്കിയിരുന്നു. എന്നിട്ട് ഞാൻ അത് കഴിച്ചതിന് ശേഷം അവനെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയിട്ട് റെയില് ലക്ഷ്യമാക്കി നടന്നു. ആ നടക്കുന്നതിനിടയില് എപ്പോഴോ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിത്രം വന്നു. അതായത് ഞാനും എൻ്റെ മകനും കൂടി ട്രെയിനിന് ചാടുന്നു. അതിനുശേഷം എൻ്റെ മകൻ മരിക്കുന്നു. ഞാൻ പരിക്കുകളോടെ രക്ഷപ്പെടുന്നു. ആ ഒരു ചിത്രം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോ പിന്നെ ഒരടി പോലും എനിക്ക് വെക്കാൻ സാധിക്കാതെ, എനിക്ക് മരിക്കാനും കഴിയുന്നില്ല, ജീവിക്കാനും കഴിയുന്നില്ല എന്നുള്ളൊരവസ്ഥയില് ഞാൻ ഈശ്വരനോട് പോലും എനിക്ക് അന്ന് പകയോ വിദ്വേഷമൊക്കെ ആയിപ്പോയി. കാരണം ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നല്ല. അങ്ങനെ ഞാൻ മകനെയും കൂട്ടി തിരിച്ചു പോവുകയുണ്ടായി. അവസാനമാണ് എൻ്റെ വീട്ടുകാര് മതി, ഇനി നീ നിൽക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നേ. ആ വീട്ടില് ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്തും ഞാന്
മാനസികമായിട്ട് തളരാൻ തുടങ്ങി, തുടങ്ങി. കാരണം എന്താ വെച്ചാല്, എന്റെ ചിന്ത മുഴുവൻ എന്റെ ആൽക്കഹോളിക്കിനെ പറ്റിയാ. ഞാന് ഇങ്ങോട്ട് മാറി നിന്നിട്ട് രണ്ടാമത്തെ മകനെ പ്രഗ്നന്റ് ആയതുകൊണ്ടാണ് എന്നെ വീട്ടുകാര് ഇങ്ങോട്ട് മാറ്റിയത്. അപ്പൊ ആ പ്രഗ്നൻസി ടൈമില് ഭർത്താവിന്റെ കെയറിങ് കിട്ടേണ്ട സമയത്താണ് ഞാനിങ്ങനെ ഈ ഒരു അവസ്ഥയിലുള്ളത്. അപ്പോഴും എന്റെ മനസ്സ് എന്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്തിട്ടുള്ള ചിന്തകളാണ്. അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഇരുന്ന് മാനസികമായിട്ട് ഞാന് മാറ്റം വരാൻ തുടങ്ങി എനിക്ക്. എനിക്ക് ഉത്കണ്ഠ, അതുപോലെ തന്നെ ടെൻഷൻ വരാൻ തുടങ്ങി. ഒറ്റയ്ക്ക് ഇരിക്കുക. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് രാത്രി ഞാന് ഉറങ്ങാതെ കരഞ്ഞ് കുത്തിരിക്കുകയായിരിക്കും. കണ്ണീര് കൊണ്ട് എൻ്റെ തലയണയൊക്കെ നനഞ്ഞിട്ടുണ്ട്. നനഞ്ഞു കഴിയും. ആരോടും പറയാനാവാതെ. കാരണം ഞാന് ഇഷ്ടപ്പെട്ട് കഴിച്ചതാണല്ലോ. അതുകൊണ്ട് ആരോടൊന്നും പറയാൻ കഴിയാതെ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി. പിന്നീട് ആം അദ്ദേഹത്തിന്റെ ഇതിനു മുൻപ് അദ്ദേഹത്തിന്റെ കൂടെയായിരുന്ന സമയത്തൊക്കെ കുടി നിർത്താൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് പ്രസാദം കഴിപ്പിച്ചു കൊണ്ടുവന്നിരുന്നു. അന്നൊക്കെ ഈ പ്രസാദം മഞ്ഞൾ പ്രസാദമൊക്കെ അവരെ പിന്നെ കറിയിൽ കലക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര പൂജിച്ച് കൊണ്ടുവന്നിട്ട് ചായയിൽ കലക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊടുക്കുന്ന സമയത്ത് എൻ്റെ മകൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, "അമ്മേ, ഇത് ഇനി അച്ഛൻ കുടിക്കില്ല അല്ലേന്ന്?" പക്ഷെ അതുകൊണ്ടൊന്നും കാര്യണ്ടായില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും നടക്കാതായപ്പോ നല്ലൊരു ഈശ്വരവിശ്വാസിയായിരുന്നു ഞാന്. പക്ഷെ പിന്നീട് ഈശ്വരവിശ്വാസമൊക്കെ എനിക്ക് നഷ്ടപ്പെടാൻ തുടങ്ങി. ഞാന് പിന്നെ കൃത്യമായിട്ട് വിളക്ക് വെച്ചുകൊണ്ടിരുന്ന ഞാൻ പിന്നെ വിളക്ക് വെക്കുന്നത് നിർത്തി. ഒരിക്കൽ അമ്മ വിളക്ക് വെക്കുന്ന സമയത്ത് ആ തിരി കെടുത്തിക്കൊണ്ട് ഞാനത് വിളക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ എൻ്റെ മനസ്സ് മാറി എന്നുള്ളതാ. അങ്ങനെ മാനസികമായിട്ട് വല്ലാത്തൊരു അധഃപതനം എനിക്ക് വരാൻ തുടങ്ങി. എൻ്റെ സ്വഭാവങ്ങൾ മാറാൻ തുടങ്ങി. വളരെ സൗമ്യമായി പെരുമാറിയിരുന്ന എനിക്ക് എല്ലാരോടും ദേഷ്യായി, വെറുപ്പായി. മറ്റുള്ളവരൊന്നും നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാനുള്ള ഒരു കരുത്ത് എനിക്കില്ല. അതായത് എല്ലാരോടും അസൂയയായി എനിക്ക്. ഒരു കല്യാണം പോലുള്ള ഫംഗ്ഷനൊന്നും പോകാൻ പറ്റുന്നില്ല. കാരണം ഒന്നും ആസ്വദിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഒരു നല്ല രീതിയിൽ ഡ്രസ്സ് ഞാന് ക്ലാ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ മകനെ ഒരു നല്ല രീതിയിൽ പഠിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അവൻ ആം, ചിത്രം വരച്ചു കൊണ്ടുവന്നാല് അത് അവൻ ആട്ടിപ്പായിക്കാ ഞാൻ ചെയ്യാ. എൻ്റെ ശ്രദ്ധ മുഴുവന് എൻ്റെ ആൽക്കഹോളിക്കിലാണ്. അതുകൊണ്ട് മക്കളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവരോട് അകാരണമായിട്ട് ദേഷ്യപ്പെടുക. അവന്റെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അച്ഛനോടും അമ്മയോടും ദേഷ്യപ്പെടുക. പലപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഇതൊക്കെ ആലോചിക്കും. എൻ്റെ മക്കളോട് നീതി പുലർത്താൻ പറ്റുന്നില്ല. എൻ്റെ ഭർത്താവിനോട് നീതി പുലർത്താൻ പറ്റുന്നില്ല. എൻ്റെ അച്ഛനും അമ്മേനോട് അപ്പൊ ഞാൻ ഒന്നിനും കൊള്ളൂല. ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? എനിക്ക് ഈ ഭൂമിയിൽ ഇനി ജീവിച്ചിരിക്കാൻ അതിനുള്ള യോഗ്യതയില്ല. അല്ലെങ്കില് ഞാൻ ഈ ഭൂമിയിൽ ഒരു ഭാരമാണെന്നൊക്കെ തോന്നി. അങ്ങനെ ഒരു യാന്ത്രികമായ ഒരു ജീവിതമായി പിന്നെ പിന്നെ അങ്ങോട്ടേക്ക്. എപ്പോഴും പക്ഷെ ആഹ് ഈ അദ്ദേഹത്തിന്റെ ഈ കുടി പിന്നെ നിർത്താതെ ആയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എൻ്റെ വീട്ടുകാർ അദ്ദേഹത്തിനെതിരെ പെറ്റീഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഓർക്കുമ്പോ ഇപ്പൊ എനിക്ക് സങ്കടമുണ്ട്. പിന്നീട് ഞങ്ങള് എന്നെ ഡൈവേഴ്സിന് വേണ്ടി വീട്ടുകാര് നിർബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഡൈവേഴ്സ് ചെയ്യാൻ എന്തുകൊണ്ടോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു എൻ്റെ ഭർത്താവിനെ. കാരണം ഞങ്ങൾ എത്ര വഴക്ക് കൂടിയാലും എത്ര പ്രശ്നം ഉണ്ടാക്കിയാലും അദ്ദേഹം അതിന് ശേഷം എന്നെ നോക്കി ഒന്ന് ചിരിച്ചാല്, അല്ലെങ്കിൽ എന്നെ നോക്കി ഒന്ന് കണ്ണിറുക്കിയാല്, എന്നെ ഒന്ന് തലോടിക്കഴിഞ്ഞാല് എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറിയായിരുന്നു. എനിക്ക് അതുവരെയുള്ള വിദ്വേഷമൊക്കെ മാറും. വീണ്ടും ഞാന് അദ്ദേഹത്തെ സ്നേഹിക്കും. കാരണം അത്രയും എനിക്ക് ഒരിക്കലും അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് വെറുക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാര് പിന്നെ ഡൈവേഴ്സിന് നിർബന്ധിച്ച സമയത്ത് ഞാനതിന് തയ്യാറല്ലായിരുന്നു. അപ്പൊ അത്തരത്തില് പിന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് മാറി. ഇനി എനിക്ക് തിരിച്ച് എന്റെ ജീവിതം കിട്ടില്ല. എന്റെ ഭർത്താവിന്റെ ഒപ്പരമുള്ള മക്കളൊപ്പരമുള്ള ആ ഒരു ജീവിതം എനിക്ക് കിട്ടില്ലാന്നോർത്ത് സങ്കടപ്പെട്ട്, ഉത്കണ്ഠപ്പെട്ട് ആദി പിടിച്ച് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടം ശരിക്കും ഞാൻ ആദ്യം ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി എന്ന് കരുതിയെടുത്ത് നിന്ന് ഈ ജീവിതത്തിൽ ഞാൻ കരുതി ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം കെട്ടവളാണ് ഞാൻ എന്ന ചിന്തയിലേക്ക് വന്നു. എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ലാലോ എന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. എനിക്കത് ഒത്തിരി സങ്കടമായിരുന്നു എനിക്ക്. അദ്ദേഹത്തിനെ വിട്ട് മാറി നിൽക്കുമ്പോഴും
അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു എനിക്ക്. പക്ഷെ അതൊരിക്കലും നടക്കാത്ത സ്വപ്നമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ജീവിക്കുമ്പോഴാണ് എന്താ പറയാ ഒരു മിറാക്കിൾ എന്ന് പറയുന്ന പോലെ എന്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അലനോൺ മെമ്പറും വീട്ടിലേക്ക് വന്നു, ഇങ്ങനെ ഒരു സന്ദേശം തന്നു. ഇതിനു മുമ്പൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്റെ ആൽക്കഹോളിക് വന്നാലേ ഞാൻ വരൂന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു ദിവസം 2011 ഓഗസ്റ്റ് 11 10 എന്റെ ഭർത്താവ് വരാന്ന് സമ്മതിച്ചത്. അന്ന് പുലർച്ചെ അമ്മയുടെ ചേച്ചി മരിക്കുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതിന് പോകണം തന്നെ എന്റെ മനസ്സ് ആഗ്രഹിച്ചു. പിറ്റേന്ന് അവർ വരികയാണെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് മീറ്റിങ്ങിലെത്തി. അന്ന് ആ മീറ്റിങ്ങിലെത്തി അന്ന് മുതൽ ഇന്ന് വരെ മീറ്റിങ്ങിലൂടെ തുടർച്ചയായിട്ട് പോകുന്നുണ്ട്. ഇന്നിപ്പോ 10 വർഷവും 2 മാസവും 24 ദിവസമായിട്ട് ഇന്നിപ്പോ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അന്ന് ആ മീറ്റിങ്ങിൽ എത്തിയ സമയത്ത് ശരിക്കും ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു ബൈസ്റ്റാൻഡർ പോലെയായിരുന്നു വന്നിരുന്നത്. കാരണം എന്റെ ആൽക്കഹോളിക്കിന്റെ മദ്യപാനം നിർത്താനായിട്ട് എന്നെ കൊണ്ടൊരു സഹായം എന്നതേ എനിക്ക് തോന്നിയിരുന്നുള്ളൂ. അങ്ങനെ കൂട്ടായ്മയിലെത്തി ആൽക്കഹോളിസം ഒരു രോഗമാണെന്ന് പറഞ്ഞു തന്നു. ഇതൊരു കുടുംബ രോഗമാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഒരു അലനോൺ എന്താണെന്നും അലനോൺ പ്രോഗ്രാം എന്താണെന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ എനിക്ക് ഒന്ന് മാത്രം മനസ്സിലായി, എന്റെ ആൽക്കഹോളിക്കിനെ സ്നേഹിക്കണം, അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കണം, പൊറുക്കണം, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത്, ഒറ്റപ്പെടുത്തരുത്, കൂടെ നിൽക്കണം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു എനിക്ക് അന്ന് മനസ്സിലായത്. അപ്പൊ ഈ കൂട്ടായ്മയിൽ എത്തുമ്പോൾ ഞങ്ങൾ 2 വീട്ടിലായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് വരും, 2 വീടുകളിലേക്ക് മാറും. അങ്ങനെ 2 വീട്ടിലായിട്ടുള്ള താമസം. പക്ഷെ അന്ന് അലനോണിൽ നിന്ന് എനിക്ക് സീനിയർ ആയിട്ടുള്ള അംഗങ്ങൾ പറഞ്ഞു തന്നു, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, എന്നാലേ ആ ഒരു നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റൂ, അവനൊരു സപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ പിന്നെ ഞാൻ എന്റെ ശ്രദ്ധ മുഴുവൻ എന്റെ ആൽക്കഹോളിക്കിൽ, അദ്ദേഹത്തിനെ വേദനിപ്പിക്കാതെ, അദ്ദേഹത്തിനെ വെറുപ്പിക്കാതെ നിൽക്കുക എന്നുള്ളതായിരുന്നു എന്റെ രീതി. അപ്പോഴും അലനോൺ പ്രോഗ്രാം എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. പിന്നീട് ഒരുപാട് മീറ്റിങ്ങുകളിൽ, പക്ഷെ അലനോൺ മീറ്റിംഗ് ഇവിടെയുള്ള കൊയിലാണ്ടിയുള്ള മീറ്റിംഗ് മാത്രമേ ഞാൻ പങ്കെടുക്കാറുള്ളൂ. പക്ഷെ ഒരുപാട് ഓപ്പൺ മീറ്റിങ്ങുകൾ പങ്കെടുത്തിട്ട് ഒരുപാട് ആൽക്കഹോളിക്കിന്റെ പ്രശ്നങ്ങൾ എനിക്ക് കേൾക്കാൻ സാധിച്ചു. അപ്പൊ എന്റെ ആൽക്കഹോളിക്കിന് മാത്രമല്ല, എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. മനഃപൂർവ്വമല്ല, എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ആ ഒരു ആൽക്കഹോളിസം എന്ന രോഗത്തിന്റെ ഭാഗമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്നൊക്കെ തിരിച്ചറിഞ്ഞപ്പോ എനിക്ക് അതുവരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിനോടുള്ള ആ വിദ്വേഷമൊക്കെ പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങി. അദ്ദേഹത്തിനെ മനസ്സിലാക്കാൻ തുടങ്ങി, അദ്ദേഹത്തിനെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പൊ അതുവരെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അതായത് ഒരു ഭർത്താവ് ആയതുകൊണ്ട് എല്ലാം സഹിക്കുന്നു എന്ന അവസ്ഥയിൽ നിന്നും അദ്ദേഹം ഒരു രോഗിയായതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് പിന്നെ വരാൻ തുടങ്ങി. പിന്നെ അങ്ങനെ വന്ന സമയത്ത് കഴിഞ്ഞ കാലങ്ങളെ പറ്റിയിട്ടുള്ള ഇതൊക്കെ ഞാൻ പതുക്കെ പതുക്കെ മറക്കാൻ തുടങ്ങി. അദ്ദേഹത്തോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ തുടങ്ങി. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോഴ് ഞങ്ങള് എന്റെ കുടിക്കുന്ന സമയത്ത് കെട്ടുതാലിയൊക്കെ പൊട്ടിച്ചതായിരുന്നു. പിന്നെ ഞാൻ താലി ഇട്ടിട്ടില്ല. പിന്നീട് 1 വർഷം കഴിഞ്ഞപ്പോഴ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി ആ ക്ഷേത്രത്തിൽ നിന്ന് എന്റെ 2 മക്കളുടെയും മുൻപിൽ വെച്ചിട്ട് എന്റെ കഴുത്തിൽ താലി കെട്ടി തന്നു, നെറ്റിയിൽ സിന്ദൂരം അണിയിച്ചു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് അലനോൺ പ്രോഗ്രാമിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ആൽക്കഹോളിക്കിനെ അല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഞാൻ എന്നിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇതൊരു കുടുംബ രോഗമാണ്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് പിന്നെ വൈകല്യങ്ങളുണ്ട്, അതുകൊണ്ട് നീ നിന്നിലേക്ക് തിരിഞ്ഞു നോക്കണം എന്നുള്ള ആ കാര്യങ്ങളൊക്കെ പലരുടെയും ഷെയറിങ്ങിലൂടെ എനിക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു നോക്കി, അതായത് എന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. ആ ഒരു തിരിഞ്ഞു നോട്ടത്തിലാണ് ഞാൻ എന്റെ ആൽക്കഹോളിക്കിനോട് പ്രതികരിച്ചത്. അദ്ദേഹം 1 ഗ്ലാസ് എറിഞ്ഞ സമയത്ത് ഞാൻ 2 ഗ്ലാസ് തിരിച്ചെറിഞ്ഞിട്ടുണ്ട്, പൊട്ടിച്ചിട്ടുണ്ടല്ലോ മദ്യപിക്കാതെ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹം എന്നെ ചീത്ത പറഞ്ഞ സമയത്ത് ഞാൻ ഉറക്കെ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ ഞാനും പ്രശ്നക്കാരി ആയിരുന്നില്ലേ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഓരോരോ ജീവിതത്തിലെ പഴയ കാലഘട്ടങ്ങളിലൊക്കെ എടുത്തു നോക്കിയപ്പോൾ ഞാൻ ഒരുപാട് എന്റെ വാക്കുകൾ അദ്ദേഹത്തെ കുറേയേറെ കുടിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അതുപോലെ തന്നെ എന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ ഞാൻ തന്നെയാണ് കാരണം എന്നും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ അപ്പോൾ എന്റെ വൈകല്യങ്ങൾ ഞാൻ മാറ്റേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി. പിന്നീട് ഞാൻ ആ മാറ്റാനുള്ള ശ്രമങ്ങളായി. അതിനുശേഷമാണ് പടികളിലേക്കൊക്കെ പടികളൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു 2 വർഷത്തോളം ഒന്നും. പിന്നീട് പടികളെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. ഒരുപാട് അലനോൺ ലിറ്ററേച്ചറുകൾ വായിച്ചിട്ടും പിന്നെ സീനിയർ ആയിട്ടുള്ള അലനോൺ അംഗങ്ങളോടും സ്പോൺസറോടും ഒക്കെ കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് ഈ പടികൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി.
അങ്ങനെ അങ്ങനെ അലനോൺ പ്രോഗ്രാം എന്താന്ന് മനസ്സിലായി. പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത് അലനോൺ എന്ന് പറയുന്നത് ഒരു സെൽഫ് സപ്പോർട്ടിംഗ് പ്രോഗ്രാം ആണ്. ഒരു സെൽഫ് ലവ് ഉണ്ടാക്കുന്ന പ്രോഗ്രാം ആണ്. ഞാൻ എന്നെ സ്നേഹിക്കണം. എന്റെ സന്തോഷം ഞാൻ കണ്ടെത്തണം. അതുപോലെ മറ്റുള്ളവരെ സന്തോഷം ഞാൻ ഒരിക്കലും കെടുത്താൻ പാടില്ല. അവരതായത് ജീവിക്കുകയും വേണം, ജീവിക്കാൻ അനുവദിക്കുകയും വേണം എന്നുള്ള ഒരു സന്ദേശമൊക്കെ അതിന്റെയൊക്കെ അർത്ഥമൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് ഞാൻ പടികളൊക്കെ കുറേശ്ശെ കുറേശ്ശെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇടയ്ക്കൊക്കെ സ്ലിപ്പായി പോകാറുണ്ട്. അപ്പോഴൊക്കെ വീണ്ടും ഞാന് തിരിച്ച് 2ഉം 3ഉം പടികളിലേക്ക് വീണ്ടും തിരിച്ചു വരും. വീണ്ടും അങ്ങനെ 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 കേറിയും ഇറങ്ങിയും ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. എനിക്ക് ഒരുപാട് തെറ്റുകൾ വരികയായിരുന്നു. പക്ഷേ എന്റെ ആൽക്കഹോളിക്കും കൂട്ടായ്മയിലായതുകൊണ്ടും അദ്ദേഹം എന്നേക്കാൾ മുൻപേ ഈ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്തത് കൊണ്ടുമൊക്കെ എനിക്ക് ഒത്തിരി സപ്പോർട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കിട്ടി. പിന്നീട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും എന്താണ് പ്രോഗ്രാം ഞങ്ങൾ പരസ്പരം ഈ പ്രോഗ്രാമിനെ പറ്റി സംസാരിക്കും. അപ്പൊ ആദ്യമൊക്കെ ഞങ്ങളുടെ ചിന്താഗതികളൊക്കെ വേറെയായിരുന്നെങ്കിലും പിന്നീട് ഞങ്ങൾക്ക് ചിന്തകളൊക്കെ ഒരേ ലെവലിലേക്ക് വരാൻ തുടങ്ങി. എപ്പോഴും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ ഇതിനെപ്പറ്റി സംസാരിക്കാനും കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടം ഈ അലനോണും മീറ്റിങ്ങുകളിലൊക്കെയായി. അങ്ങനെ ഞങ്ങളുടെ ചിന്തകളൊക്കെ ഒരേ ലെവലിലേക്ക് വരാൻ തുടങ്ങി. എന്നിരുന്നാലും പിന്നെയും പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ വരുന്ന സമയത്ത് പിന്നെ എനിക്ക് മനസ്സിലായി അലനോണിൽ ഇനിയും ഞാൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. അങ്ങനെയാണ് ലെറ്റ് ഗോഡ് അപ്പൊ 2ാം പടി 3ാം പടി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഞാൻ ശരിക്കും ഉൾക്കൊണ്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആ ദൈവത്തിന് വിടുക എന്നുള്ള സന്ദേശം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും എനിക്ക് ആ ഒരു മുക്തി നേടാനായിട്ട് എന്നെ ഒരുപാട് സ്വാധീനിച്ച ആ ഒരു സന്ദേശങ്ങളാണ് അതൊക്കെ. ആ ലെറ്റ് ഗോ, ദൈവത്തിന് വിടുക എന്ന് പറയുന്നത്, ഡിറ്റാച്ച്, സ്നേഹത്തോടെ വിട്ടു നിൽക്കുക, ആത്മീയ ഉണർവ്, അതുപോലെ തന്നെ അൺകണ്ടീഷണൽ ലവ്, ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി മെസ്സേജസ് എനിക്ക് അല്ലനോന്ന് കിട്ടാൻ തുടങ്ങി. ഈ മെസ്സേജ് ഒക്കെ എന്റെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ മെച്ചപ്പെടുത്താൻ തുടങ്ങി. ഓരോ പ്രശ്നങ്ങൾ വരുന്നേരം ഞാൻ ഇതിങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി. എന്റെ ആൽക്കഹോളിക്കുമായി പിന്നെയും ഇങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നത്തിന് കാരണം എന്റെ ആൽക്കഹോളിക്കിന്റെ തികച്ചും പേഴ്സണലായുള്ള കാര്യങ്ങളിലുള്ള എന്റെ ഒരു അനാവശ്യമായ ഇടപെടലുകളാന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാനൊരു സെൽഫ് അനാലിസിസ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി. അപ്പോ അവിടെ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ എനിക്ക് ആ ഡിറ്റാച്ച് വിത്ത് ലവ് എന്നുള്ള ആ ഒരു സന്ദേശം എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു. അദ്ദേഹത്തിന്റെ തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളിൽ ഞാൻ അനാവശ്യമായി ഇടപെടുന്നതാണ് എന്റെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് മനസ്സിലായി. ആ ഡിറ്റാച്ച് ചെയ്യാൻ, സ്നേഹത്തോടെ വിട്ടു നിൽക്കാനായിട്ട് ഉള്ള ആ ഒരു സന്ദേശം എന്റെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അത് ഞങ്ങളുടെ ജീവിതത്തെ കുറേ നല്ലൊരു ഇതിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളതാണ് ആ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥന, ആ വിട്ടുകൊടുക്കാന് എനിക്ക് അസാധ്യമായ കാര്യം. എന്റെ ആൽക്കഹോളിക്കിന്റെ മദ്യപാന ആസക്തി എനിക്ക് മാറ്റാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും എനിക്ക് അതെന്റെ ഒരു കഴിവുകേടായിട്ടാണ് എനിക്ക് ആദ്യമൊക്കെ തോന്നിയത്. പക്ഷെ അത് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും നമുക്ക് മാറ്റാൻ കഴിയാത്തത് പോലെ, ഈ പ്രപഞ്ച സത്യങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയാത്തത് പോലെ ഒരു അസാധ്യമായ കാര്യമാണ് എന്റെ കഴിവുകേടല്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞാനത് സ്വീകരിക്കാൻ തുടങ്ങി. ഇന്ന് എനിക്ക് ആൽക്കഹോളിക്ക് മദ്യപിച്ചതോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നും എനിക്കൊരു വിഷയമല്ല. പകരം ഞാൻ ഇന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ ആ അലനോണിൽ പറയുന്ന ഒരു വലിയൊരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. അതായത് ഒരു ഉപാധികളും ഇല്ലാതെ സ്നേഹിക്കുക. പക്ഷെ അതൊക്കെ ആദ്യമൊക്കെ ഒരുപാട് സീനിയർ അംഗങ്ങളൊക്കെ അലനോൺ അംഗങ്ങളൊക്കെ പറയുമ്പോഴൊന്നും എനിക്ക് അതിന്റെ ഒരു വ്യക്തമായ ഒരു ഐഡിയ അപ്പോഴൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് പിന്നീട് പിന്നീട് എനിക്ക് ആ ഒരു നല്ലൊരു തിരിച്ചറിവാണ് എനിക്ക് അത് തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം എന്റെ ആൽക്കഹോളിക്കിന് എന്റെ കുടുംബാംഗങ്ങളായിക്കോട്ടെ അവരെ ഒരു ഉപാധിയും ഇല്ലാതെ സ്നേഹിക്കുക. പണ്ടൊക്കെ ആണെങ്കിൽ എന്റെ ഭർത്താവ് എനിക്ക് ഒരു സാരി വാങ്ങിത്തരുമ്പോൾ എനിക്ക് കൂടുതൽ സ്നേഹം, അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ കൂടുതൽ സ്നേഹം. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. എന്റെ ആൽക്കഹോളിക്കിനോട് എനിക്ക് സ്നേഹമാണ്. അത് എന്ത് വാങ്ങി തന്നാലും ഇല്ലെങ്കിലും പിന്നെ ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. എനിക്കിപ്പോ എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അദ്ദേഹം ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ അദ്ദേഹത്തെ ഒരേ രീതിയിൽ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെനിക്ക് അവർ എന്തുണ്ടായാലും എനിക്കതൊരു വിഷയമേ ആവില്ല എന്നുള്ളതാണ്. അപ്പോ ആ ഉപാധികളോടെ സ്നേഹിക്കുമ്പോൾ അതൊരു
എന്താണ് അതൊരു പൂർണ്ണതയുള്ള സ്നേഹമല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അങ്ങനെ ഞാനത് മനസ്സിലാക്കിയപ്പഴ് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും പോലും ആ ഇഷ്യൂനെ അതായിട്ട് തന്നെ കാണും. പക്ഷെ അത് എനിക്ക് അദ്ദേഹത്തിനോട് ഒരു വെറുപ്പ് തോന്നൂല. കാരണം അതിന് എന്താ പറയാ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് പിണങ്ങി അല്ലെങ്കിൽ 2 ദിവസം മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. ചെറിയൊരു ഞങ്ങള് തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാല് ആഹ് അത് പിന്നീട് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കും. അതുകൊണ്ടാണ്. അപ്പൊ അത് അദ്ദേഹത്തിന്റേതായ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് തിരിച്ചറിയുമ്പോ എനിക്ക് ആ പ്രശ്നമില്ല. അപ്പോ എന്തില്ല അവരെ എനിക്ക് വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുക എന്നുള്ളത് വരുന്ന സമയത്ത് അവരിൽ നിന്ന് നമുക്ക് എങ്ങനെയുള്ള പ്രതികരണം ഉണ്ടായാലും ഒരു പ്രശ്നമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും. ഇനിയിപ്പോ ആ രീതിയിൽ അവരിപ്പോ അങ്ങനെ പെരുമാറിയാലും അത് അവരുടെ സ്വഭാവ വൈകല്യമാണെന്ന് മാറ്റാം. ഇപ്പൊ എന്റെ മക്കള് അവരെ ഞാൻ അവരുടെ ചില ശീലങ്ങളൊക്കെ ഉണ്ട്. ആ ശീലങ്ങളൊക്കെ ഞാന് പലതും പിന്നെ എന്താണ് മാറ്റാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ പലപ്പോഴും ഞാന് ചെറുപ്പം മുതലേ അവർക്കുള്ള ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നത് ഞാനാണ്. അതായത് ഞാൻ ഇന്ന ഡ്രസ്സ് അവര് പറയും അത് വാങ്ങാന്ന്. ഞാൻ പറയും അത് നന്നില്ല. അല്ലെങ്കിൽ അത് നിനക്ക് ചേരില്ല. അല്ലെങ്കിൽ അതല്ല ഇത് ബോറാണ്. അതായത് എന്റെ മനസ്സില് എന്റെ കണ്ണിൽ തോന്നുന്ന ആ ഭംഗിയായിരുന്നു ഞാൻ സെലക്ട് ചെയ്യുക. പക്ഷെ അവർക്കും അവരുടേതായ സൗന്ദര്യ സങ്കല്പങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിവ് അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി അങ്ങനെ അതൊന്നും മനസ്സിലാക്കാൻ ആ രീതിയിൽ പറ്റൂലായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പോ ഞാനൊരു ഡ്രസ്സ് എടുത്താൽ അല്ലെങ്കിൽ അവരിപ്പോ സെലക്ട് ചെയ്താലും അവർക്കത് ഇഷ്ടാണെങ്കിൽ ആയിക്കോട്ടെ. അങ്ങനെ മനസ്സിലാക്കാൻ. അപ്പോ ആ രീതിയിൽ കാണുന്ന സമയത്ത് അവര് വിട്ടുകൊടുത്ത് അപ്പൊ അതില് സന്തോഷം കണ്ടെത്തുക. അതായത് അവർക്ക് അതാണ് ഇഷ്ടം. അങ്ങനെ അവരുടെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അതില് സന്തോഷം കണ്ടെത്തുക. ഇപ്പൊ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിപ്പോ ഒരു ഇഡ്ഡലി ഉണ്ടാക്കി. എനിക്ക് ഇഡ്ഡലി ഇഷ്ടാണ്. അപ്പൊ മകന് കൊടുത്തു. അപ്പൊ അവന് ഇഷ്ടല്ല. എന്താ നിനക്ക് കഴിച്ചാല് ഇത് നല്ലതല്ലേ? നോക്ക് ഞാൻ തിന്നുന്നത് നോക്ക് എന്നാ പറയാ. എനിക്ക് നല്ല രസമുണ്ടല്ലോ ഇത് എന്ന് പറയും. പക്ഷെ അതേപോലെ തിരിച്ച് അവർക്കും അവർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിവ് വരുന്ന സമയത്ത് പിന്നെ ആ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. മറ്റവരോട് അതിനോട് വെറുപ്പ് പിടിച്ച് 2 അടിയൊക്കെ കൊടുക്കും. ഇപ്പൊ അതില്ല. കാരണം എന്താന്ന് വെച്ചാല് അവരുടെ ഇഷ്ടങ്ങളാണ്. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് അത് വിട്ടുകൊടുക്കാൻ കഴിയുന്നുണ്ട്, സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. ആ ഒരു വെറുപ്പ് അവിടെ വരുന്നില്ല. അതിപ്പോ കുടുംബാംഗങ്ങളായാലും ജീവിതത്തിലെ നമ്മുടെ സമൂഹത്തിൽ ഇടപെടുന്ന ആളുകള് നമ്മൾ അവരിൽ നിന്ന് ഇങ്ങനെ ആവണംന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ നമ്മുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട്, നമ്മുടേതായ ശീലങ്ങളുണ്ട്. അത് നമ്മള് ആ രീതിയിൽ നമ്മൾ പെരുമാറുന്നു. മറ്റുള്ളവർ അങ്ങനെ പെരുമാറിയിട്ടില്ലെങ്കില് അവരുടെ രീതികളാണ് എന്ന് കരുതി വിട്ടുകൊടുക്കുന്ന സമയത്ത് അവരോട് വെറുപ്പോ വിദ്വേഷവും ഇല്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അതൊരു വിദ്വേഷമായിരുന്നു. ഇപ്പൊ അങ്ങനെ വെറുപ്പും വിദ്വേഷവും ഒന്നും തോന്നാറില്ല. കാരണം ആ രീതിയിൽ ഈ അലനോൺ പ്രോഗ്രാമിലായതുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ കാണാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ജീവിതത്തില് സന്തോഷാണ്. ഇപ്പോ ഞങ്ങള് ഇവിടെയും എനിക്ക് എന്റെ ആൽക്കഹോളിക്കിന്റെ കൂടെ പോകാനാണ് എനിക്കിഷ്ടം. അദ്ദേഹത്തിനും അങ്ങനെ തന്നെ. ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രകള് അതാണ് ഞങ്ങക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ടോപ്പിക്കാണ് സംസാരിക്കാൻ ഇഷ്ടം എന്ന് ചോദിച്ചാല് ഈ എ പ്രോഗ്രാമും അൽ-അനോൺ പ്രോഗ്രാം ഇതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള ടോപ്പിക്ക്. അതിനെപ്പറ്റി പറഞ്ഞാലും തീരില്ല ഞങ്ങൾക്ക്. അതേപോലെ തന്നെ യാത്ര ചെയ്യാനാണെങ്കിൽ കല്യാണങ്ങളോ അങ്ങനെയുള്ളതൊന്നും ഇപ്പൊ ഒരു ഇഷ്ടേ അല്ല. ഒരു ബോറായിട്ടാ തോന്നുന്നത്. പക്ഷെ അതേസമയം ഒരു എന്റെ പ്രോഗ്രാം, ഒരു അൽ-അനോണിന്റെ പ്രോഗ്രാം ഉണ്ടെന്ന് പറയുമ്പോ അതില് പങ്കെടുക്കുക, അതില് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക, അതൊക്കെ കേൾക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം. അല്ലെങ്കിൽ ഒരു 12ാം പടി ചെയ്യുമ്പോ ഒരു ആൽക്കഹോളിക്കിനെ അതിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു അൽ-അനോണിനെ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അപ്പൊ കിട്ടുന്ന ഒരു നിർവൃതി അതൊന്ന് വേറെ തന്നെ. അപ്പൊ ആ രീതിയിലൊക്കെ എന്താ പറയാ സുഖം കണ്ടെത്താം. മറ്റ് കല്യാണങ്ങളിലൊക്കെ പോയി അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അതൊക്കെയായിരുന്നു സുഖം. പക്ഷെ ഇന്ന് അതൊന്നും സുഖമായിട്ട് തോന്നുന്നില്ല. ഇന്ന് ശരിക്കും ഈ രീതിയിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം. അതുപോലെ തന്നെ എന്റെ ഞങ്ങള് ഒരേ മനസ്സോടെ ഇന്ന് ജീവിക്കാൻ പറ്റുന്നുണ്ട്. എന്ത് തന്നെയായാലും സന്തോഷാണ്. ഈ കൂട്ടായ്മ പറയുന്ന പോലെ ഒരു ആത്മീയമായ ഉണർവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഉണർവ് ഉണ്ടാകുന്നുണ്ട്. കാരണം ഏതൊരു പ്രതിസന്ധി ആയാലും ആ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് അതിനെ തരണം ചെയ്യാനായിട്ട് അതിനെ അതായി തന്നെ കാണാൻ ഇന്ന് സാധിക്കുന്നുണ്ട്. എന്തൊരു
എന്തൊരു പ്രോബ്ലം വന്നാലും എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ അന്നേരം എൻ്റെ ഭർത്താവിനോട് ഷെയർ ചെയ്യും. അപ്പൊ തന്നെ അവരുടെ അടുത്തുനിന്ന് ആ ഒരു പ്രോഗ്രാമിലൂടെയുള്ള ഒരു സൊല്യൂഷൻ എനിക്ക് കിട്ടും. അല്ലെങ്കിൽ ഞാനൊരു സ്പോൺസറോട് ഷെയർ ചെയ്താൽ ഒരു സൊല്യൂഷൻ അലനോണിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഈസി ഡസ് ഇറ്റ്, വൺ ഡേ അറ്റ് എ ടൈം, ഇന്നൊരു ദിവസം ജീവിക്കുക, അല്ലെങ്കിൽ 24 മണിക്കൂർ പ്രോഗ്രാം, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങള് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തൊരു പ്രശ്നം വരുമ്പോൾ അതിനൊരു സൊല്യൂഷൻ നമ്മുടെ അല്ലനോൺ പ്രോഗ്രാമിലുണ്ട്. അത് എൻ്റെ ആൽക്കഹോളിക്കിനോട് സംസാരിക്കുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു അല്ലനോൺ മെമ്പറോടായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചർ വായിക്കുമ്പോഴായിക്കോട്ടെ, ഉടനെ തന്നെ അതിന്റെ സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉം, എന്താ പറയാ, ജീവിതം സുന്ദരാണ്. ഇനിയിപ്പോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതിന് അല്ലനോൺ പറയുന്നുണ്ട്, ആ എന്ത് പ്രശ്നങ്ങളായാലും ആ പ്രശ്നങ്ങളെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് കാണണം എന്നാണ് പറയുന്നത്. അത് ഒരിക്കലും സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിട്ട് കാണരുത്. സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് കാണുമ്പോൾ പ്രശ്നങ്ങൾ നമുക്ക് പിന്നീട് ഇനിയും മുന്നോട്ടേക്കുള്ള ചവിട്ടുപടികളായിട്ട് കാണും. ഓരോ ടാസ്ക് ഈശ്വരൻ നമ്മുടെ മുൻപിൽ ടാസ്ക് തരികയാണ്. അതായത് ആ ടാസ്ക് നമ്മൾ എത്ര നന്നായി ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. ആ ദൈവഹിതം, ആ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുക. മറ്റൊക്കെ എന്റെ ഇഷ്ടങ്ങൾ ഞാൻ സാധിച്ചു തരണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചെടുത്തുനിന്ന് ഇപ്പൊ ഞാനത് അങ്ങനെയൊന്നും പറയാറില്ല. പിന്നെ എന്ത് പറയുമ്പോ ആ ഈശ്വര ഹിതം എന്താണോ ആ ഈശ്വര ഹിതത്തിനനുസരിച്ച് എനിക്ക് ജീവിക്കാൻ സാധിക്കണേ. ഈ പ്രശ്നം വരികയാണെങ്കിൽ ആ പ്രശ്നത്തില് അതിനെ തരണം ചെയ്യാൻ എനിക്ക് സാധിക്കണേ എന്ന് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒന്നും ഒരു പ്രശ്നമല്ലാണ്ടായി മാറുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട്, അപ്പൊ എന്ത് പ്രശ്നത്തെയും സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് കാണുന്നു, സ്റ്റെപ്പിംഗ് ബ്ലോക്ക് ആയിട്ട് കാണുന്നില്ല. ബ്ലോക്ക് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നിന്നു പോകും, നമ്മൾ തളർന്നു പോകും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. എൻ്റെ ആൽക്കഹോളിക്കിന്റെ കൈയും പിടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളും ഒരു നല്ലൊരു ഭാര്യയായിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു നല്ലൊരു അമ്മയായിട്ടും മകളായിട്ടും ജീവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ആ രീതിയിൽ ആ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, എന്നാൽ എൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളും ഒന്നും നഷ്ടപ്പെടുത്താതെ എനിക്ക് ചുറ്റുമുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട്, പണ്ടൊക്കെ എൻ്റെ ചെറിയ മോൻ പിന്നെ പിച്ച വെച്ചപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവൻ പിച്ച വെച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല. അവൻ ആദ്യമായി അമ്മയെന്ന് വിളിച്ചപ്പോഴോ ആ പല്ല് വന്നപ്പോഴോ ഒന്നും, അതൊക്കെ ഒരു അമ്മ എന്ന രീതിയിൽ അവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും ഞാൻ ആസ്വദിച്ചിരുന്നില്ല എന്നുള്ളത്. എൻ്റെ മുന്നിൽ എനിക്ക് ചുറ്റും ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ട് ഞാൻ അത് ആസ്വദിച്ചിരുന്നില്ല. പക്ഷെ ഇനി ഞാൻ നഷ്ടപ്പെടുത്തില്ല. ഇന്ന് ഞാൻ ജീവിക്കും. ഇന്ന് എൻ്റെ ചുറ്റിലും ഉള്ള ഏതൊരു സന്തോഷവും ഞാൻ ആസ്വദിക്കും. ഇന്ന് എൻ്റെ ആൽക്കഹോളിക്കിന്റെ കൂടെ, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ കൂടെ, എൻ്റെ കുടുംബത്തിന്റെ കൂടെ ഞാൻ ഇടപെടുന്ന വ്യവഹാര മേഖലകളിൽ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്താണോ അതൊന്നും ഞാൻ നഷ്ടപ്പെടുത്തില്ല. നാളെയെ പറ്റി ഞാൻ ഉത്കണ്ഠപ്പെടുന്നില്ല. കാരണം എനിക്ക് കിട്ടിയ ജീവിതം എന്ന് പറയുന്നത്, എൻ്റെ ഭർത്താവ് പറയുന്ന പോലെ ലോട്ടറിയാണ്. ഒരു ഇരുളടഞ്ഞ ജീവിതമായിരുന്നു. എനിക്ക് തിരിച്ചു കിട്ടിയ ഒരു പുനർജന്മാണ്. അതുകൊണ്ട് കിട്ടിയത് ലാഭം. കിട്ടിയതിന് ഈശ്വരനോട് നന്ദി പറയുന്നു. ദൈവത്തിനോട് എന്നും എന്നും നന്ദി പറയാണ്. അതുപോലെ തന്നെ അല്ലനോൺ പ്രോഗ്രാമിനോടും ഇതിലുള്ള ഓരോ അല്ലനോൺ അംഗങ്ങളും, കാരണം അവരുടെയൊക്കെ ഷെയറിങ്ങുകളും ഒക്കെയാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്കുള്ള ആ ഒരു ജീവിതത്തെ തിരിച്ചറിയാൻ സഹായിച്ചത്, ആ ജീവിതത്തെ മനസ്സിലാക്കാൻ സഹായിച്ചത് ഓരോ അല്ലനോൺ അംഗങ്ങളുടെ ഷെയറിംഗ് ആണ്. ഓരോ ലിറ്ററേച്ചറുകളാണ്, ഓരോ സ്ലോഗൻസ് ആണ്, ഇതിലെ സ്റ്റെപ്സ് ആണ്, എല്ലാം അതിന് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ തന്നെ പോകണം, മരണം വരെ കൂടി തന്നെ പോണം. എൻ്റെ ആൽക്കഹോളിക്കിന്റെ കൈയും പിടിച്ചു തന്നെ മുന്നോട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. എന്ത് തന്നെയായാലും ആ ഒരു എന്താ പറയാ, ഇത്രയും നല്ലൊരു അവസരം എനിക്ക് എൻ്റെ മനസ്സ് തുറക്കാൻ, പഴയ കാലത്തിലേക്ക് പോകാൻ, വീണ്ടും എനിക്ക് ഇന്ന് കിട്ടിയ സുന്ദരമായ ജീവിതത്തിന്റെ മാധുര്യം ഒന്നുകൂടി ആസ്വദിക്കാനുള്ള ഒരു അവസരം തന്നതിന് ഈ മിഡ്നൈറ്റ് ഗ്രൂപ്പിനോട് ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.